കനത്ത മഴയിൽ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 50 ഏക്കർ കൃഷി നശിച്ചു. പുല്ലമ്പാറ പഞ്ചായത്തിലെ കുളപ്പുറം പാടശേഖരത്തിന്റെ ഒരു ഭാഗത്താണ് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ കല്ലും മണ്ണും ഒലിച്ചിറങ്ങിയത്. ഇന്നലെ പെയ്ത തോരാമഴയിലാണ് ലക്ഷങ്ങളുടെ നാശനഷ്ടം. 50 ഏക്കറോളം വരുന്ന കുളപ്പുറം പാടശേഖരത്തിന്റെ ഒരു ഭാഗത്താണ് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ കല്ലും മണ്ണും ഒലിച്ചിറങ്ങിയത്. സമീപത്തെ പാറക്കോറി നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ടിരുന്ന കല്ലും മണ്ണും ഒലിച്ചിറങ്ങിയെന്നാണ് പരാതി. നമ്മുടെ കൃഷി പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകത്തക്ക രീതിയിൽ എക്കലും മണ്ണുമായിട്ട് വയലുകൾ കംപ്ലീറ്റ് നിറഞ്ഞ് അങ്ങനെ കൊടുത്ത് മാനസികമായ ബുദ്ധിമുട്ടാണ്. കാരണം 50 ഏക്കറിലധികം നെൽകൃഷിയും മലക്കറി കൃഷിയൊക്കെ ചെയ്ത് പുല്ലമ്പാറ പഞ്ചായത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിളവെടുക്കുന്ന സ്ഥലമാണ്. എല്ലാ കർഷകരും മാനസികമായി ബുദ്ധിമുട്ടിലാണ്, വളരെ വേദനയോട് ജീവിക്കുകയാണ്. ഇന്നലത്തെ ഒരു പ്രയാസം താങ്ങാൻ കഴിയാത്ത വേദനയാണ്. ഇതിനുള്ള പരിഹാരം കാണാൻ ഗവൺമെന്റും അധികാരികളും പ്രത്യേകം ശ്രദ്ധിക്കണം. പാറക്വാറിയുടെ നിർമ്മാണം പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയെന്നാണ് പുല്ലമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ കോറിക്ക് അനുമതി കൊടുക്കുന്ന കാര്യത്തിലും ഈ കോറി വരുന്ന കാര്യത്തിലും എതിർപ്പാണ്. ആ എതിർപ്പ് ഇനി തുറന്നുകൊണ്ടേയിരിക്കും. നാളിതുവരെയായിട്ട് ഭരണസമിതി അങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടില്ല. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാനാണ് പോയത്. അവിടെ ഞങ്ങളുടെ ആശങ്ക രേഖപ്പെടുത്തി. ഞങ്ങളുടെ ആശങ്കയും ഞങ്ങളുടെ എതിർപ്പും ഒക്കെ തന്നെ വകവയ്ക്കാതെയാണ് ആ കോറിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. ഉരുൾപൊട്ടലിന് സമാനമായ അവസ്ഥയിലായിരുന്നു കല്ലും മണ്ണും ഒലിച്ചിറങ്ങിയത്. ഒലിച്ചിറങ്ങിയ ഭാഗത്ത് വീടുകളില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. ക്വാറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞില്ലെങ്കിൽ പാടശേഖരത്തിലെ കൃഷി പൂർണ്ണമായി നശിക്കുമെന്ന ആശങ്കയിലാണ് പാടശേഖര സമിതി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.